ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട് ഓരോ കാര്യത്തിലും. ഈ കാഴ്ചപ്പാടിന് കാലാകാലങ്ങളിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ജീവിതത്തിലുണ്ട്. ശരിക്കും ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അതാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ പങ്കാളിയുടെ താല്പര്യം വർദ്ധിപ്പിക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് അവർക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട്, ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് സ്ത്രീ പങ്കാളി ഇതിനകത്ത് ഏത് ടൈപ്പാണ്, ഏത് നേച്ചറാണെന്നുള്ളത് തിരിച്ചറിയണം. ലൈംഗികതയിൽ ഓരോരുത്തർക്കും ഓരോ രീതികളോടാണ് ഇഷ്ടം. ചിലരെ സംബന്ധിച്ച് ചില മെത്തേഡിനോട് കുറച്ചിഷ്ടം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന ഒരു രീതി ആയിരിക്കത്തില്ല അവർക്കിതിനകത്ത് യഥാർത്ഥത്തിൽ ഇഷ്ടം. ഒരു പക്ഷേ ഇതിനകത്തുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അങ്ങനെ തുറന്നങ്ങ് പറയണമെന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഡോഗി പോസ് ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്കത് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നത്. പക്ഷേ അതിന് ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഫാൻറ്റസി ആയിട്ട് വളരെയേറെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മാത്രം പുരുഷൻ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നതാ സ്ത്രീ പങ്കാളിക്കിഷ്ടം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ സമയത്ത് ഓപ്പോസിറ്റ് സ്വഭാവങ്ങളായിരിക്കും എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ കാര്യമാണ്. അവർക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനൊരു ഫീലിങ്സ് പോലും തോന്നത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഓരോരുത്തർക്കും ഏത് രീതിയാണ് ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കി ഇവിടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതല്ല. ചില കാര്യത്തിനോടുള്ള റെസ്പോൺസ് കാണുമ്പോൾ അല്ലെങ്കിൽ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ചെയ്യുന്ന ദിവസം മാക്സിമം എനർജി ലെവൽ വർദ്ധിപ്പിക്കാൻ നോക്കണം. അതിനുവേണ്ടി അന്നത്തെ ദിവസം പങ്കാളികളുടെ മനസ്സ് വളരെ പോസിറ്റീവായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് ഫിസിക്കൽ ബോഡിയുണ്ട്, മെൻ്റൽ ബോഡിയുണ്ട്. രണ്ടിൻ്റെ എനർജി ലെവൽ ഹൈ ആയിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടു പേരും തമ്മിലുള്ള ഈ ഉടക്കുണ്ടല്ലോ, തർക്കങ്ങൾ, വഴക്ക്, ദേഷ്യം, ഇതൊക്കെ ബോധപൂർവ്വം ഒഴിവാക്കണം. അതുപോലെ ഏത് കാര്യത്തിനായാലും അന്നത്തെ ദിവസം അമിതമായ ഉത്കണ്ഠ, കൺഫ്യൂഷൻ, അമിത ചിന്ത ഇതെല്ലാം ഒഴിവാക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് എനർജി ഈ രീതിയിൽ വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം ലൈംഗിക ഊർജം തന്നെയാണ്. അപ്പോൾ അമിതമായ ആങ്സൈറ്റി നമ്മുടെ എനർജി ലെവലിനെ കുറയ്ക്കും, പെർഫോമൻസിനെ ബാധിക്കും. ഓരോ വ്യക്തിയുടെയും ശരീരത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫീലിങ്സ്, പ്രവർത്തനങ്ങൾ, ചിന്തകൾ ഇതെല്ലാം ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സന്തോഷം ഉണ്ടാകുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ആയിരിക്കും കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ മൂഡ് വർദ്ധിപ്പിക്കാനായിട്ട് വേണ്ടത് ഈസ്ട്രജനും ടെസ്റ്റോസ്ട്രോണുമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മനസ്സിൻ്റെ പ്രവർത്തനം ഇതുമായിട്ട് ബന്ധപ്പെട്ട മൂഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചില സാഹചര്യത്തിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ലാതെ പെരുമാറുന്നതിൻ്റെ പിന്നിലും ഈ മനസ്സ് തന്നെയാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ കാര്യത്തിൽ ചിലരോട് കുറച്ച് താല്പര്യം കൂടുതലായിരിക്കും. എന്നാൽ ചില പുരുഷ പങ്കാളികളോട് ഒട്ടും താല്പര്യം കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രധാന കാരണം ആ പുരുഷന്മാരുടെ ജീവിതശൈലിയും ഇതിനോട് ഇവർക്കുള്ള മനോഭാവമാണ്. ഇപ്പം നിങ്ങൾക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട്, ആവശ്യമുണ്ട് എന്ന രീതി വേണം പെരുമാറാൻ. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെ വേണം. ഇത് അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അതിനെ ഒന്ന് പുകഴ്ത്തി പറയുന്നത് അവർക്കിഷ്ടമാണ്. ആരോഗ്യവും സന്തോഷവുമുള്ള ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് അവരുടെ പുരുഷന് അവർ സുന്ദരിയായിട്ട് തോന്നണമെന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ അവരിഷ്ടപ്പെടുന്ന പുരുഷൻ അവരെ ആകർഷിക്കണമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ രീതിയിൽ അതിന് കാരണമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം അവരിലുണ്ടാകുമല്ലോ. അത് കണ്ടെത്തി അതിനകത്ത് കൂടുതൽ പെരുമാറിയാൽ ഇവരുടെ മൂഡ് പെട്ടെന്ന് വരും. എന്നുവെച്ചാൽ എനിക്ക് ഏതാണോ സുന്ദരവും തോന്നുന്നത് എൻ്റെ മനസ്സ് മിക്ക സമയങ്ങളിലും അവിടെയൊക്കെ ആയിരിക്കും. അതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ സന്തോഷം കിട്ടുന്നത്. ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് കണ്ടെത്തി അത് കൂടുതലായിട്ടും ചെയ്യണം. പക്ഷേ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ ചില ദിവസങ്ങളിൽ അവർക്കിതിനോട് താല്പര്യം വളരെ കൂടുതലായിരിക്കും.
അപ്പോൾ ആ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് പങ്കാളി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പല രീതിയിൽ കൂടിയും അവർക്കത് ഇഷ്ടമുള്ളവരെ അറിയിക്കാറുണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.